ഇത് റബീഉൽ അവ്വൽ വരുമ്പോൾ സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരും പറയും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ പറഞ്ഞിരുന്ന ഉമ്മയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നമ്മളിങ്ങനെ ഉമ്മയും വാപ്പയും മക്കളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ കഥകളൊക്കെ എത്രത്തോളം പറഞ്ഞു കൊടുക്കുന്നോ അതിനനുസരിച്ച് ഈമാനിയുടെ വർദ്ധിക്കുള്ളൂ. അതിന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമുക്കിന്ന് കൂടുതലായിട്ട് മാതൃകയാക്കേണ്ട ഒരുപാട് ഗുണങ്ങൾ, അത് പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും ഒരു ഭാര്യക്ക് ഒരു ഉമ്മക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന അനവധി സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർത്തമാനത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഖദീജ റളിയല്ലാഹു അൻഹയെ ഒന്നോർത്ത് ആവശ്യമുള്ള കുറച്ച് കാര്യം പറയണം. 52 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖദീജ ബീവി മാത്രമാണല്ലോ, മറ്റൊരാളും കൂടെ ഇല്ലല്ലോ. അള്ളാഹുവിൽ നിന്ന് ഡയറക്റ്റ് സലാം കിട്ടിയ, ജീവിക്കുന്ന കാലത്ത് സലാം കിട്ടിയ മഹദി കൂടിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. സ്വർഗത്തിലെ ഇനബ് ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ട് എന്ന് ഇമാം തബറാനി തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസിൽ അങ്ങനെ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്അമ ഖദീജ റളിയല്ലാഹു അൻഹ മിൻ ഇനബിൽ ജന്ന എന്ന്. സ്വർഗത്തിലെ ഇനബ് മുന്തിരി ജീവിതകാലത്ത് കഴിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്, കഴിക്കാൻ കഴിഞ്ഞു. അതെ അതെ. എന്ന് മാത്രമല്ല അവിടുത്തെ വിവാഹം ഒരു നുബൂവത്തിനെ നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു വിവാഹമാണ്. നുബൂവത്തിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു. അതെ, നുബൂവത്തിനെ ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു ആദ്യം തന്നെ, അങ്ങ് താല്പര്യത്തോടെ കാത്തിരുന്നു. അതെ അതെ. അതിനൊരു കാരണമുണ്ട്, ചരിത്രപരമായൊരു കാരണമുണ്ട്. മക്കയിൽ ഒരു ഈദുണ്ട്, സ്ത്രീകളൊക്കെ കൂടിയിരിക്കുന്ന ഒരു സംഗമം. അതിലൊരു വേദപണ്ഡിതൻ വന്ന് ചോദിച്ചതാണ്, തൗറാത്ത് അറിയുന്ന ഒരാൾ വന്ന് ചോദിച്ചതാണ്, അവസാന കാലത്തെ പ്രവാചകൻ ജനിച്ചല്ലോ, നിങ്ങളിൽ ആർക്കെങ്കിലും അവരുടെ ഭാര്യയാവാൻ സാഹചര്യം ഒരുങ്ങുമെങ്കിൽ അത് തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞതാണ്. അത് കേട്ടപ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു എന്നൊന്നും അറിയാത്ത കുറേ ആളുകൾ എല്ലാം പരസ്പരം പരിഹസിച്ചു. പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹ അതിനെ വളരെ സീരിയസ് ആയി കണ്ടു. എന്നിട്ടങ്ങനെ ആ വിഷയത്തിൽ പഠനം തുടങ്ങി. അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളം എന്താണെന്ന് പഠിച്ചു. ഇതൊക്കെ ഇങ്ങനെ പഠിച്ച് ഏറെക്കുറെ ബോധ്യമായി നിൽക്കുന്ന സമയത്താണ് അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖദീജ ബിയുടെ ബിസിനസ്സിലേക്ക് കയറി വരുന്നത്. അപ്പോൾ പിന്നെ നേരത്തെ പഠിച്ച ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഏതാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോഴേ ചില അടയാളങ്ങളൊക്കെ അനുഭവപ്പെടുമല്ലോ. ആ അനുഭവത്തിൽ നിന്നാണ് ഖദീജ റളിയല്ലാഹു അൻഹ മാനേജറായ മൈസറിനോട് ഈ ബിസിനസ്സിൽ നിങ്ങളിനി മാനേജറല്ല, മാനേജർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നത്. അന്ന് മൈസറിനാകെ ഒരു ഡ്യൂട്ടിയുള്ളൂ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സവിശേഷമായി സംഭവിക്കുന്നത് എന്ന് നോക്കലായിരുന്നു ഡ്യൂട്ടി. അങ്ങനെയാണ് മൈസർ വന്ന് ഈ കാർമേഘം തണലിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെ അതെ, എന്തെല്ലാം സവിശേഷമായി നടക്കുന്നു എന്ന് നോക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ബിസിനസ്സിൽ ഇടപെടാനേ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട്. ആ ബിസിനസ്സിലും കുറേ അജായിബുകൾ സംഭവിക്കുന്നുണ്ട്. സാധാരണ മാർക്കറ്റിൽ കച്ചവടമൊക്കെ നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സാധനങ്ങളൊന്നും കച്ചവടം ചെയ്തില്ല. അങ്ങനെ മാർക്കറ്റൊക്കെ പൂട്ടിപ്പോയി. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധനം ബാക്കിയാണ്. പക്ഷേ മൈസൂറിന് പറയാൻ വയ്യ, കാരണം ഓൾറെഡി ഖദീജ ബിയുടെ നിർദ്ദേശം ഉണ്ടല്ലോ, ഇടപെടാൻ പാടില്ല. പക്ഷേ പിന്നെയാണ് വിദേശത്തിന് ഇന്നൊരു സംഘം ആളുകൾ സാധനം തേടി മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഒരൊറ്റ ബിസിനസ്സുകാരും അവിടെ ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ളത് പതിവിനേക്കാൾ കൂടുതൽ വിലക്ക് അവർ വാങ്ങിയിട്ട് അവർ തിരിച്ചുപോയി. അവർക്ക് വേറെ കിട്ടാനുമില്ല. അപ്പോൾ അതുവരെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബിസിനസ്സിൽ കിട്ടിയതിനേക്കാൾ വലിയ ലാഭം കിട്ടിയ ദിവസമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സവിശേഷതകൾ, പ്രത്യേകിച്ചും ഈ കാർമേഘം തണലിട്ട് കൊടുക്കുന്നതൊക്കെ മൈസർ വന്ന് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അത് കാണാവുന്ന വിധം വീടിൻ്റെ മുകളിലേക്ക് കയറി നിന്ന് നേരത്തെ തന്നെ ഈ കാർമേഘം തണലിട്ട് കൊടുക്കുന്നതിന് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ആ വിവാഹാന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പം നുബുവത്തിനെ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെ നേരത്തെ ചോദ്യം ഉണ്ടല്ലോ, അവസാനത്തെ റസൂലിൻ്റെ ഭാര്യയാവാൻ അവസരം കിട്ടുന്നവർ ഉപയോഗപ്പെടുത്തിക്കോളൂ എന്നുള്ള ഒരു വേദപണ്ഡിതൻ്റെ. അതെ, അവരാ നിർദ്ദേശം കിട്ടിയപ്പോൾ പിന്നെ ഒന്ന് ഒരു ഊർജ്ജം കൂടി. അതിൽ എല്ലാ കാലത്തും പണ്ഡിതന്മാരൊരു കാര്യം പറഞ്ഞാൽ വസ്തുത അതായിരിക്കും. അതെ, പക്ഷേ
പൊതുവിൽ ജനങ്ങൾക്ക് പരിഹാസ്യം ഉണ്ടാവുള്ളൂ. അതെ അതെ അത് തന്നെയാണ് ആ കാലത്ത് അങ്ങനെ തന്നെയാണത്. അതെ അതെ. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ച രീതിയൊക്കെ അത്ഭുതമാണ്. എല്ലാ ചരിത്രവും അത്ഭുതമാണല്ലോ. ഒരു ഭർത്താവ് ഭാര്യയെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ആ ജീവിതം തന്നെയാണ്. പഴയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗാറ് ഹിറയിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഭക്ഷണവുമായി കയറി വരുന്നൊരു രംഗമുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു നേരം കയറി ഇറങ്ങിയാൽ കാൽമുട്ടിന് വേദന തുടങ്ങും. പ്രായം കൊണ്ട് മേലുള്ള ആളുമാണ്. എന്നാൽ ഗാറ് ഹിറയിലേക്ക് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണമായിട്ട് കയറി പോകുന്ന ഒരു അത് നമ്മൾ കണ്ടറിയേണ്ട വിഷയം, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നതിനപ്പുറം ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ മകൾ, മക്കയിലെ കോടീശ്വരിയാകുന്ന ഒരു വലിയ മഹതി, ഒരു വലിയ ത്യാഗത്തിന് പോകുമ്പോൾ മനസ്സിലുള്ളത് മുഴുവനും ഈ നുബുവത്തുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണോ? അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതെ അതെ. ഏകദേശം ഒരു 642 മീറ്റർ ഉയരമുള്ള വലിയൊരു പർവ്വതം. ആ പർവ്വതത്തിൽ കയറിയിട്ട് പിന്നെ നേരെ ചെങ്കുത്താൻ താഴേക്ക് ഇറങ്ങണം ഈ ഗുഹയിലേക്ക് എത്തണമെങ്കിൽ. അവിടേക്ക് ഭക്ഷണമായിട്ട് പോവാണ്. അപ്പോൾ ഖദീജ റളിയല്ലാഹുവിന്റെ പ്രായം ഏകദേശം 55 വയസ്സായിരിക്കുമല്ലോ. കാരണം 40ാമത്തെ വയസ്സിലല്ലേ വിവാഹം. അതെ അതെ അതെ. പിന്നെ 15 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ. 25 അതെ അതെ 40. അതെ അതെ. 55ാമത്തെ വയസ്സിലാണ് ഈ ഭക്ഷണവുമായി ഇങ്ങനെ കയറി പോകുന്നത്. അന്നേരമാണ് ജിബ്രീൽ അലൈഹി സ്വലാം ഓടി വന്ന് പറയുന്നത്, ഖദീജ ബീവി ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഖദീജ ബീവി നബിയെ അങ്ങയുടെ മുന്നിലെത്തിയാൽ ഫഖറു അലൈഹ മിൻ റബ്ബിഹ സലാം വ മിന്നി എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് പറഞ്ഞു. അല്ലാഹുവിൻ്റെ സലാം പറയണം, എൻ്റെ സലാം പറയണമെന്ന്. ജീവിതകാലത്ത് കിട്ടാവുന്ന വലിയൊരു സൗഭാഗ്യം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തുടക്കത്തിൽ എല്ലാ കാര്യത്തിലും ഖദീജ റളിയല്ലാഹു അൻഹയല്ലേ. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഒരു ആദ്യ വഹീൻ്റെ സംസാരം ആദ്യം സംസാരിക്കുന്നത് തന്നെ ഖദീജ ബീവിയുടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചിട്ട് ആദ്യമായിട്ട് ആ വിവരം കൈമാറുന്നത്, എനിക്കാണ് ആ വിവരം കിട്ടാൻ ഭാഗ്യം കിട്ടിയതെന്ന് ആരോടും പറയാം എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അഭിമാനത്തോടെ എപ്പോഴും പറയും, എല്ലാവരും എന്നെ കള്ളനാക്കിയപ്പോൾ എന്നെ സ്വീകരിച്ചത് ഖദീജയാണ്. എല്ലാവരും ഞാൻ ഫക്കീറാന്ന് വാദിച്ച് നടക്കുമ്പോൾ സമ്പത്ത് മുഴുവനും എനിക്ക് തന്നിട്ട് എന്നെ സമ്പന്നനാക്കുകയാണ്. ഒരാളെ സമ്പന്നനാക്കുക, പക്ഷേ ഞാൻ ഫക്കീറായിക്കൊണ്ട് മറ്റൊരാളെ സമ്പന്നനാക്കാനാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇഷ്ടപ്പെട്ടത്. ഈ കിതാബിലൊരു വളരെ രസകരമായ മറ്റൊരു സംഭവം കണ്ടു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാലത്തുള്ള ഒരു പ്രായമായ പെണ്ണ് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ഒരു രംഗം. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു. അവരെ വിശേഷം ചോദിക്കുന്നു. കൈഫാൻത്തും കൈഫ ഹാലുക്കും കൈഫ കുൻതും ബഅദന, ഇങ്ങനെ വലിയ പരിഗണന, ഭയങ്കര പരിഗണന അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായി ചോദിച്ചു, മൻ ഹാദിഹി, ഇതാരാ നബിയെ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരു പ്രായമായ പെണ്ണിന് ചെയ്തു കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത്ര വലിയ പരിഗണന ഒരു സ്ത്രീയെയും പരിഗണിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ പോയ സമയത്ത് ഈ വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് തുഖ്ബിലു, ആയിഷ റളിയല്ലാഹു അൻഹ, യാ റസൂലല്ലാഹ് തുഖ്ബിലു അലാ ഹാദിഹിൽ അജൂസി ഹാദൽ ഇഖ്ബൽ, ഇതെന്തൊരു പരിഗണനയാണ് കൊടുത്തത്, ഭയങ്കര സ്വീകരണം. അന്നേരം ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ ഇന്നഹാ കാനത്ത് തഅ്തീന സമന ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ ബീവിൻ്റെ കാലത്ത് ഇങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് ഇവിടെ വന്നിരുന്ന പെണ്ണാണിത്. ഖദീജ ബീവിയുടെ കാലത്ത് വീട്ടിലേക്ക് വന്നു എന്നതിനാണ് ഇത്രമേൽ വലിയ പരിഗണന. വല്ലാത്തൊരു പാരമ്പര്യമാണ്. ആറ്റാക്കളുടെ കാലത്ത്, ഹൈദരലി ശിഹാബ് കാലത്ത്, ഇത് വാപ്പുള്ള കാലത്തോട് വരുന്ന ആളാന്ന് പറയും ചില ആൾക്കാർ. അതെ അതെ അതെ. ഒരു വലിയൊരു പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്താ അതിന് പറയുക, കുശുമ്പൊക്കെ തോന്നിയത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോടാണെന്നുള്ളത്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു പരിഗണന കണ്ടതുകൊണ്ടായിരിക്കണം. അത് ആയിഷ ബീവി ഖദീജ ബീവിയെ കണ്ടിട്ടില്ല, എന്നിട്ട് പിന്നെ നബിത്തങ്ങൾ എപ്പോഴും ഇങ്ങനെ പഴയ ഒരു ഭാര്യയെ പറ്റി ഇങ്ങനെ പറയുന്നത് കേട്ട അനുഭവത്തില്ലെന്നാണ്. അതെ അതെ. എനിക്ക് ഇവരല്ലാതെ വേറെ ഒരാളോട് ഇത്ര അസൂയ തോന്നിയിട്ടില്ല അല്ലേ.
ഖദീജ ബീവിയുടെ മാലയുമായി ബന്ധപ്പെട്ടൊരു രസകരമായൊരു സംഭവമുണ്ട്. ശരിക്കൊരു എത്രത്തോളം ആ സ്നേഹബന്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് ബോധ്യപ്പെടുന്നൊരു സംഭവമാണ്. ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോളായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ, വിവാഹം നേരത്തെ നുബുവത്തിന് മുമ്പേ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഭർത്താവ് മുസ്ലിം ആയിരുന്നില്ല. നുബുവത്ത് ലഭിച്ചു എന്നറിഞ്ഞ സമയത്ത് സൈനബ ബീവി ഇസ്ലാമിലേക്ക് വന്നപ്പോഴും ഭർത്താവ് മുസ്ലിം ആവാൻ തയ്യാറായില്ല. നല്ല സമ്പന്നനാണ്, സൗകര്യമുള്ള ആളാണ്. അഭിമാനം പേടിച്ച ആദ്യകാലത്ത് ഒന്നിങ്ങനെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്ന് മാത്രമല്ല, ബദറിൽ ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തു. അത് ജനങ്ങളെ സമ്മർദ്ദത്തിന് വഴങ്ങി വന്നതാണ്, സ്വയം താല്പര്യപ്രകാരമായിരുന്നില്ല. പക്ഷെ അന്ന് ബന്ദികളായി പിടിക്കപ്പെട്ട ആളെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ ആമിർ ഇബ്നുൽ ആസ് ഉണ്ട്, സൈനബ ബീവിയുടെ ഭർത്താവുണ്ട്. പിടിക്കപ്പെട്ട പിന്നെ രണ്ട് ഓപ്ഷനല്ലേ ഉള്ളൂ അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിമാനായതുകൊണ്ട്, മരുമകനായതുകൊണ്ട് മറ്റൊരു നീതി എന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നെങ്കിൽ നിങ്ങൾ മോചനദ്രവ്യം കെട്ടിവെക്കണം, അതല്ലെങ്കിൽ ഇവിടെയുള്ള പാവപ്പെട്ട സ്വഹാബികൾക്ക് അറിവ് പഠിപ്പിക്കണം. രണ്ട് ഓപ്ഷനല്ലേ ഉള്ളൂ. അന്ന് മോചനദ്രവ്യം കൊണ്ടുവന്ന ആളാണ് സൈനബ ബീവിയുടെ ഭർത്താവ്. ആ കൂട്ടത്തിൽ ഇങ്ങനെ ആ മോചനദ്രവ്യത്തിൻ്റെ കിറ്റ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന്. അപ്പോൾ അതിലൊരു മാലയുണ്ടായിരുന്നു. ആ മാല ഖദീജ റളിയല്ലാഹു അൻഹ സൈനബ റളിയല്ലാഹു അൻഹക്ക് ഹദിയയായി കൊടുത്തതാണ്. അത് കുറേ കാലം ധരിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ ഖദീജ ബിയുടെ മാല കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോയതാണ്. അല്ലാത്ത സ്നേഹബന്ധമാണല്ലോ. അതിൽ ഈ ഒരു സ്നേഹം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് കേവലം ഒരു നാട്ടുനടപ്പ് രീതിക്കപ്പുറം ഒരു വലിയ ഈമാനികമായ ഹൃദയം പറിച്ചു കൊടുക്കാന്നറിയില്ലേ. ശരിക്കും ഈ കാലത്ത് കുടുംബജീവിതത്തിൽ പഠിക്കേണ്ടതും പകർത്തേണ്ടതും ഇത് തന്നെയാണ്. വേറൊരു കൗൺസിലിങ്ങിനും എവിടെയും പോകേണ്ട ആവശ്യം വരില്ല. ഈ ജീവിതം ശരിക്കും പഠിച്ച് അതേ ജീവിതത്തിൽ വന്നാൽ മതി. നുബുവത്തിൻ്റെ ഭാരം വഹിച്ചിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഇണയെ സാന്ത്വനപ്പെടുത്തി നിങ്ങളൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് പറയുന്ന ഒരു രംഗമുണ്ടല്ലോ. ശരിക്കും ഇന്നും കുറേ ജോലിഭാരങ്ങളും പ്രതിസന്ധിയൊക്കെ അനുഭവിച്ചായിരിക്കും പലപ്പോഴും വീട്ടിലേക്ക് ഇണകൾ കയറി വരിക. അങ്ങനെ സമാധാനിപ്പിക്കുന്നൊരു ഖദീജ അവിടെ ഉണ്ടെങ്കിൽ ആ കുടുംബാന്തരീക്ഷം എന്നും മനോഹരമായിരിക്കും.